ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ടിപ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് PSC എക്സാം എഴുതാൻ നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഒരു എക്സാം എഴുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എക്സാംസ് നമ്മൾ എഴുതാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏത് ഇത് വന്നാലും നമ്മൾ ഏത് എക്സാം ആയാലും ശ്രദ്ധിക്കുക അല്ലേ. എല്ലാത്തിനും അപ്ലൈ ചെയ്യുക, എഴുതുക, ശ്രമിച്ചു നോക്കുക. ഏതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടാതിരിക്കില്ല. അപ്പോൾ അത് എഴുതുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ വേണം? നമ്മൾ വെറുതെ അങ്ങോട്ട് പോയിട്ട് എക്സാം എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ വേണ്ടത് ഒരു ഡീറ്റെയിൽഡ് സിലബസാണ്. അപ്പോൾ സിലബസ് നമ്മൾ കോപ്പി എടുത്ത് നമ്മുടെ കയ്യിൽ തന്നെ വയ്ക്കണം. എന്നിട്ടത് ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു തീരുന്നോ അതെല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് വെച്ച് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സിലബസ് എന്തായാലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ സിലബസിൻ്റെ ഒപ്പം തന്നെ നമ്മളെന്ത് നോക്കണം? SCERT 5 to 10 ഓൾഡ് ബുക്സും ന്യൂ ബുക്സും ശ്രദ്ധിക്കണം. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പഴയ ബുക്കുകളും, ഇപ്പോൾ ബുക്ക് മാറിയിട്ടുണ്ട്, അപ്പോൾ പുതിയ ബുക്കും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് നന്നായി നോക്കുകയും വേണം. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് സയൻസൊക്കെ കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. SCERT തന്നെയാണ്. അപ്പോൾ നന്നായി SCERT ടെക്സ്റ്റ് ബുക്ക് നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് സ്വയം എഴുതി വയ്ക്കുക, പോയിൻറ്റ്സുകളൊക്കെ എഴുതി വയ്ക്കുക, എന്നിട്ട് നോക്കുക. ഓക്കെ. അതുപോലെ മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ. PSC ബുള്ളറ്റിൻ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, ചില എഡിഷൻ്റെയൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി ശ്രദ്ധിച്ച് നോക്കുക. നാലാമത് പറയാനുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും. ഒരു 2022 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നോക്കുക. ഡെയിലി നമ്മൾ ചെയ്ത് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കറിയാം അങ്ങനെ മാറുന്ന രീതികളല്ലേ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാറ്റം നമുക്കറിയാൻ പറ്റും. അതുപോലെ ഓരോ പ്രാവശ്യവും എങ്ങനെയൊക്കെ നമ്മൾ സ്കോർ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഓരോ ദിവസവും നമ്മുടെ മാർക്കിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ 2025 നടന്ന ഒരുപാട് എക്സാമുകൾ നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളിപ്പോൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, അത് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ടഫായിരിക്കുന്നത്, അപ്പോൾ ഏത് ഭാഗമാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാൻ പറ്റും. അടുത്തത് നിങ്ങളുടെ കയ്യിലൊരു റാങ്ക് ഫയൽ ഉണ്ടായിരിക്കണം. ഇപ്പം LDCക്കാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ റാങ്ക് ഫയൽ, നിങ്ങൾ ഏത് എക്സാം ആണോ എഴുതുന്നത് അതിൻ്റെ ന്യൂ എഡിഷൻ തന്നെ പുതിയ ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചിരിക്കണം. ആ റാങ്ക് ഫയലിൽ നിങ്ങൾ ഓരോ സെക്ഷനായിട്ട് പഠിച്ച് തീർക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കി തന്നെ പഠിക്കും. ഒരു ദിവസം നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് നോക്കാൻ പറ്റുക അതിനനുസരിച്ച് ടൈം ടേബിൾ ഉണ്ടാക്കി ഇത്ര മണിക്കൂർ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും നോക്കുക. അതിനനുസരിച്ചിട്ട് ടൈം ടേബിൾ തയ്യാറാക്കുക. അപ്പോൾ ഓരോന്നും ഓരോ കുറച്ച് ഭാഗം. ഇപ്പോൾ കേരള ചരിത്രമാണെങ്കിൽ 1 മണിക്കൂർ പഠിക്കുക, അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യ സമരം 1 മണിക്കൂർ, പിന്നെ ഭൂമിശാസ്ത്രം 1 മണിക്കൂർ ഇരിക്കുക, അതുപോലെ ജീവശാസ്ത്രം, അതുപോലെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതിനൊക്കെ സമയം കണ്ടെത്തണം. അപ്പോൾ അതിനൊക്കെ ഓരോ മണിക്കൂർ വെച്ചിട്ട് ടൈം കണ്ടെത്തി അങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പഠിക്കണം. അത് റിവിഷൻ ചെയ്യും വേണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരാഴ്ചയ്ക്ക് ടൈം ടേബിൾ ഉണ്ടാക്കി ആ ഒരാഴ്ച ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? ശനി ഞായറും റിവിഷൻ ചെയ്യാം. വീണ്ടും പഠിച്ച ഭാഗങ്ങളൊന്നും കൂടി റിവൈസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ ചെറിയ എക്സാമുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്വയം എക്സാമുകൾ കണ്ടക്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ പഠിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുക. ഓക്കെ. അപ്പോൾ റിവിഷൻ മസ്റ്റാണ്. പിന്നെ നിങ്ങളുടെ കയ്യിലൊരു OMR ബുക്ക്ലെറ്റ് ഉണ്ടായിരിക്കണം. OMRൻ്റെ ഷീറ്റിലെ അത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഈ എക്സാമുകളൊക്കെ എഴുതുന്നത് ഈ OMRൽ തന്നെ ചെയ്ത് പരിശീലിക്കാം. OMR ഷീറ്റിൽ തന്നെ ചെയ്ത് പരിശീലിച്ച് കൃത്യ ടൈമിനനുസരിച്ചൊക്കെ എഴുതി വരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹാളിലത് സുഖം ആയിരിക്കും, എഴുതാൻ ഈസി ആയിരിക്കും. ഒരു OMR ബുക്ക്ലെറ്റ് ഉണ്ടാവണം. അതുപോലെ
നമ്മളിപ്പോൾ എക്സാമുകൾ എഴുതുമ്പോൾ, ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എക്സാമുകൾ നമ്മളെല്ലാ ദിവസവും എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിലുള്ള ഹോട്ട് ടോപ്പിക്സുകൾ, നമുക്ക് ആവർത്തിച്ച് വരുന്ന കുറേ ടോപ്പിക്കുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എല്ലാ എക്സാമിലും കൂടുതലും ആവർത്തിച്ച് വരുന്ന ടോപ്പിക്കുകൾ ഉണ്ടാവും. അതൊന്ന് എഴുതി വയ്ക്കാം. ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് എഴുതി വെച്ചിട്ട് ആ ഹോട്ട് ടോപ്പിക്സുകൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഭാഗം നന്നായി നോക്കുക. ഹോട്ട് ടോപ്പിക്സുകൾ എഴുതി വെച്ചിട്ട് വൃത്തിക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡെയിലി എക്സാം എഴുതാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് രാത്രി ഇപ്പോൾ കിടക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ഒരു എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങും. ഓക്കെ, മാർക്ക് പിറ്റേ ദിവസം നോക്കിയാലും മതി. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ടൈം കണ്ടെത്തണം. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്കിലും എന്തില്ല, ടൈമിൻ്റെ കാര്യമാണ് പ്രശ്നം. ഇപ്പോൾ എനിക്ക് കൂടുതലും പഠിക്കാൻ ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ കൂടുതൽ ടൈം എടുത്ത് പഠിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിച്ച് ഓരോ ദിവസവും നിങ്ങൾക്ക് എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റുമോ അത്രയും പഠിച്ച് തീർത്ത് ഒരു ജോലി ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കും. ഇതേ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ജോലി ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ.